ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ മോക്ക് സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിവലാണ്. അപ്പോൾ ഓരോ പാരൻസും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അവരുടെ കൊടുത്തു വിടുക. അപ്പം ഞാൻ ടീച്ചറിനോട് പറഞ്ഞ് കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഫസ്റ്റ് ഞാൻ ജാറിൽ തന്നെ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെയോ പത്തിരിപ്പൊടി അതുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മിക്സിയിൽ ഒരു കപ്പാണ് കറക്റ്റ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് തേങ്ങാപ്പാൽ, ഒരു തേങ്ങയുടെ പകുതി ഇതുണ്ടല്ലോ അത് ഫുള്ള് തിരുമ്മി അതിൻ്റെ തേങ്ങാപ്പാലാണ് ഞാൻ ഒരു കപ്പ് ഫുള്ള് എടുത്തിട്ടുള്ളത്. പിന്നെ ഷുഗർ ഒരു ഗ്ലാസിൻ്റെ ഫുൾ വന്നിട്ടില്ല, അതിൻ്റെ 1/4 ഭാഗവും ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഈ മുട്ടയുടെ അധിക സ്മെല്ല് ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകിൽ മുട്ടയുടെ ആ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, ഒന്നുകിൽ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടി അല്ലെങ്കിൽ വാനില എസൻസ് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അധികം മുട്ടയുടെ സ്മെല്ല് നമുക്കധികം ഉണ്ടാവില്ല. അങ്ങനെ ഇഡലി കൂട്ടത്തിനകത്ത് നമ്മൾ മാവ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ കിണ്ണത്തപ്പം റെഡിയായിരിക്കുകയാണ്. ഞാൻ വാഴയിലേക്ക് മുറിച്ചു വാട്ടി സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഈ മുട്ടയുടെ അധിക സ്മെല്ല് ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടി നമുക്ക് ഒന്നുകിൽ മുട്ടയുടെ ആ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, ഒന്നുകിൽ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ